എന്തു പറ്റി? ആളിന്ന് നല്ല റൊമാൻറ്റിക് ആണല്ലോ. ഏയ് ഒന്നുമില്ല. നോക്ക്, ഓണർ സ്നേഹയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. പോകാം. ഞാനില്ല. അതെന്താ? ദിവസവും ഈ വീടിന്റെ മുന്നിലൂടെയല്ലേ അവൾ പോകാറുള്ളത്. ഒന്നിവിടം വരെ വന്ന് എന്നെ മോളെ ക്ഷണിക്കാനുള്ള മനസ്സ് അവൾക്ക് തോന്നിയോ? മോളെ, ഈ സ്നേഹ വളരെ പാവാണ്. നിനക്കറിയോ, അവള് ഭയങ്കര പണച്ചക്ക. വളരെ മോഡേണായി ജീവിച്ചൊരു കുട്ടി. ചെറുപ്രായത്തിലെ അവളുടെ വിവാഹവും കഴിഞ്ഞു. പക്ഷെ വിവാഹ ജീവിതം ഭയങ്കര ദുരന്തമായിരുന്നു. എന്തു പറ്റി? സൂരജ് മുതലാളിക്ക് മദ്യത്തോടും വേശ്യകളോടുള്ള പ്രിയം കുറച്ച് കൂടുതലായിരുന്നു. വീട്ടിൽ വരുന്നത് പോലും ലക്ക് കെട്ട് വേശ്യകളോടൊപ്പമാണ്. പാവം സ്നേഹ ഒരുപാട് തല്ലുമായിരുന്നു. ഈശ്വര, സ്നേഹക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? ഇതൊന്നും അല്ല. ഒടുവിൽ ആ സൂരജ് മുതലാളി ഒരു വേശ്യയോടൊപ്പം പോകുന്നതിനിടയിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഒരു സ്ത്രീ ഒരായുസിൽ മൊത്തം കരയേണ്ടത് അവൾ ഒരു വർഷം കൊണ്ട് കരഞ്ഞു. അറിയോ? കഷ്ടം. എന്തൊക്കെയായാലും എന്നെ നേരിട്ട് വിളിക്കാത്തോണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് സുഖമില്ലാത്തോണ്ടാ വരാത്തെന്ന് പറഞ്ഞാ മതി. ചേട്ടൻ പോയിക്കോ. നീ വരില്ലെന്ന് ഉറപ്പാണോ? അതെ ചേട്ടാ. ഹലോ സ്നേഹ. ഹലോ വർമ്മജി. നോക്ക്, ഇവിടെ വൈഫിന് തീരെ സുഖമില്ല. അതുകൊണ്ടിപ്പോ ഇന്ന് രാത്രി ഡിന്നർ എനിക്ക് വരാനാകില്ല. ഐ എം സോറി. വർമ്മജി പ്ലീസ്, അവർ വരുന്നില്ലെങ്കിൽ വർമ്മജി ഒറ്റയ്ക്ക് വന്നോളൂ. അയ്യോ, അത് പറ്റില്ല. നോക്ക്, വിവാഹശേഷം ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഭാര്യയെ കൂട്ടിയേ പോകാറുള്ളൂ. ശരി, അപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താണ് ലേറ്റ് ആയ? 10 മിനിറ്റല്ലേ ലേറ്റ് ആയിരുന്നു. മിനിമോൾ സ്കൂൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും. അയ്യോ അയ്യോ മോളെ, നോക്ക്, മിനിമോളെ അവർ തട്ടിക്കൊണ്ടുവന്നു. ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് പെട്ടെന്ന്. അയ്യോ നിക്കടാ അവിടെ. മിനിമോളെ, എടാ, നിങ്ങൾ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകണല്ലേ? മിനിമോളെ, നീ കളിക്കണ്ട. വിലാസിനിയെ ഞാൻ ഒറ്റ തവണ അവളെ വീടൊന്ന് കാണിച്ചോട്ടെ. അധികം കളിച്ചാലുണ്ടല്ലോ രണ്ടിനെ ഞാൻ വീട്ടിലൊന്ന് വെട്ടും. മിനിമോളെ, വരാൻ. നടക്ക്. കേറടി. അവർ കൊണ്ടുപോയടാ. ചേട്ടാ വേഗം വണ്ടി എടുക്ക. എന്തേ, ഇനി ഉറങ്ങിയില്ലേ? മോളെ, എനിക്ക് ആകെ പേടി തോന്നുന്നു. അവൾ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോവുമോ? ഒരു പെൺകുട്ടിയാ. എന്റെ ചേട്ടാ, ചേട്ടൻ പ്രശ്നമാക്കണ്ട. നാളെ മുതൽ ഞാനും സ്കൂളിലേക്ക് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് വരാം, പോരെ? ചേട്ടൻ ഇതെല്ലാം ആലോചിച്ച് വെറുതെ ഉറക്കം കളിയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ദേ ഉറങ്ങൂന്നേ, സമയം അർദ്ധരാത്രി കഴിഞ്ഞു കേട്ടോ. മോളെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ചേട്ടന് തോന്നുന്നതാവും. ഒന്ന് ഉറങ്ങാൻ നോക്ക്. നോക്ക് മോളെ, ഇത് എന്റെ തോന്നലല്ല. എന്താ പ്രശ്നം? നീ വാ വാ. ഈ ചേട്ടന്റെ ഒരു കാര്യം. എടി, വാതിലിതാ തുറന്നു നടക്കുന്നു. നോക്ക് മിനിമോളെ. മിനിമോളെ, അയ്യോ മിനിമോളെ പോകുന്നു. അയ്യോ മിനിമോളെ. മിനിമോളെ. മിനിമോളോ? ഞാൻ മിനിമോളല്ല. മിനിമോളെ, മോളെ അവിടെ നിൽക്കാൻ. മോളെ നിന്നോട് പറഞ്ഞത്. മിനിമോളെ. മോളെ. മിനിമോളെ. മിനിമോളെ. എന്താ നീ പറയുന്നത്? ഇങ്ങോട്ട് വാടി. വാ, വന്ന് കിടക്ക് ചേട്ടാ.
എന്റെ കൃഷ്ണ, ചേട്ടാ എന്താ ഇത്? ഇങ്ങനെ ഉറക്കൊഴിച്ച നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? മോളെ, എനിക്ക് ആകെ മടുത്തു. സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹമേ പോയി. ചേട്ടാ എല്ലാം ശരിയാവും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ നോക്ക്, മറ്റൊരു വാ വയറ്റിലുണ്ട്. നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണണ്ടേ? ഞാനത് മറന്നു. നമുക്ക് നാളെ പോവാം. അങ്കിളെ, മിനിമോൾ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങിയോടി. ഞങ്ങള് പിടിച്ചു വെച്ചതാ. ഇത് പല തവണയാ നടക്കുന്നു. അങ്കിളൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഇന്നലെ രാത്രി ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയനെ. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വർമാജിക്കിനെ ടെൻഷൻ അടിക്കില്ലേ? ആ ഒരു ഓപ്പറേഷൻ നടത്തിയ മിനിമോളുടെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാകില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഒരല്പം കൂടി ക്ഷമിക്കൂ വർമാജി, എല്ലാം ശരിയാവും. രാവിലെ തുടങ്ങുന്ന പഞ്ചാരടിയാ വൈകുന്നേരം വരെ നീളും. ഓ, ഇവന്റെ ഒക്കെ തലയിൽ വരച്ച വര എന്റെ കാലിന്റെ അടിയിലെങ്കിലും ഒന്ന് വരച്ചാ മതിയായിരുന്നു. ആ രാജൻ സാറേ, അവന്റെ മകളുടെ വട്ട് കൂടിയെന്നാ പറഞ്ഞു കേട്ടത്. ആ, നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള ലോഡ് വന്നോ? ഇപ്പൊ എത്തും സർ. ഓക്കെ. എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയാകും, അത് സ്വാഭാവികമല്ലേ? ഇമ്മാതിരി ഒരു ഭ്രാന്തനെ കല്യാണം കഴിച്ച ആ പെണ്ണിനെ വേണം പറയാൻ. ഏതായാലും രണ്ടാമതൊരു കുട്ടി കൂടി ജനിക്കുന്നുണ്ടല്ലോ, അതിനും ഭ്രാന്ത് ഉറപ്പാ. തെമ്മാടിത്തരം പറയുന്നോടാ. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. നോക്ക്, ഞങ്ങൾ ഭ്രാന്തനൊന്നും ഉദ്ദേശിച്ചത് നിന്നെയല്ല. എന്താ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഭ്രാന്തനുള്ളൂ? എടാ, ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തളയ്ക്കാനാവില്ല. ആടിനെ തളയ്ക്കാൻ എന്തിനാടോ? ആനയുടെ ചങ്ങല. അയ്യോ വേണ്ട, അയ്യോ വേണ്ട, മതി, നിർത്താൻ. വർമാജിയോട് മോശമായി പെരുമാറിയ ഈ രാജനെയും കൂട്ടുകാരനെയും ഞാൻ ഇപ്പൊ തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. അതെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. അതേടോ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സംഘടനകൾ, അതല്ലാതെ അവരുടെ തെമ്മാടിത്തരങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല. ഇനി മേലിൽ ഇതുപോലെ വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ, വെട്ടി നുറുക്കും ഞാൻ. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദ്യത്തിനുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ വർമാജി ഈ കമ്പനിക്ക് നഷ്ടപ്പെട്ടാൽ അന്നത്തോടെ കമ്പനി ഞാൻ പൂട്ടും. ഇവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അരി വാങ്ങേണ്ട അവസ്ഥ എനിക്കില്ല. മാഡം, വർമാജി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തെ മാഡം ഡയറക്ടർ ആക്കിയതിന്റെ അസൂയ കൊണ്ടാണ് അവർ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ, ഡിക്ഷണറി ഭാഷയിൽ ഇതിനെ അസൂയ എന്ന് പറയും, സാഹിത്യ ഭാഷയിൽ ഇതിനെ കണ്ണുകടി എന്ന് പറയും, പച്ച മലയാളത്തിൽ ഇതിനെ ചൊറിച്ചൽ എന്ന് പറയും. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്.